നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ഇന്നത്തെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത്, ഈ വ്യക്തിയുടെ മുഖം ഓർത്തുകൊണ്ട് ഈ വായന കാണുക. നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെക്കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ടോ, വിഷമിക്കുന്നുണ്ടോ, തെറ്റ് തിരുത്താൻ ഈ വ്യക്തി തയ്യാറാണോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് റീഡിങ്ങിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണിക്കുന്നതാണ് വാട്സപ്പ് നമ്പർ. അതിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖം നല്ല രീതിയിൽ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേണം. ഇപ്പോൾ മനസ്സിലേക്ക് നിങ്ങളുടെ വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നില്ലെങ്കിൽ അവരുടെ ഫോട്ടോ നോക്കിക്കൊണ്ട് ഈ വായന കാണാവുന്നതാണ്. മനസ്സിലേക്ക് സങ്കല്പിക്കുക. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്കപ്പോൾ വായനയിലേക്ക് കടക്കാം. ഈ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ കാരണം ഈ വ്യക്തി ഒരുപാട് മോശപ്പെട്ട കർമ്മത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നുണ്ട്. തീർത്തും വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു സ്വഭാവമായിരുന്നു ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ ഈ വ്യക്തിയുടെ കൂടെയുള്ള കൂട്ടുകാരോടും മറ്റുള്ളവരോടുമൊക്കെ നല്ല രീതിയിൽ പെരുമാറുകയും നിങ്ങളോടാണെങ്കിലോ സ്നേഹത്തോടെ പെരുമാറാതെ വളരെ ദേഷ്യത്തോടു കൂടിയും ഇഷ്ടമല്ലാത്ത രീതിയിലും വളരെ വാശിയോടു കൂടിയും ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലും പെരുമാറിയിരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ പറഞ്ഞു വരുന്ന വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ലവർ ആയിരിക്കാം, കാമുകനോ കാമുകിയോ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഭാര്യ ഭർത്തൃ ബന്ധം, ദാമ്പത്യ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളോ, അല്ലെങ്കിൽ ഏതൊരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ. ഈ വ്യക്തി ഒരിക്കലും നിങ്ങൾക്കൊരു ഫസ്റ്റ് പ്രയോറിറ്റി തന്നിട്ടില്ല. അതായത് ആദ്യത്തെ ഒരു പരിഗണന. ഉദാഹരണത്തിന്, ഇപ്പോൾ ഈ പറഞ്ഞു വരുന്ന വ്യക്തി നിങ്ങളുടെ ഭർത്താവാണ് അല്ലെങ്കിൽ ഭാര്യയാണ് എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് പ്രാധാന്യം തരാതെ ഈ വ്യക്തി കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത് ഒരുപക്ഷെ ഈ വ്യക്തിയുടെ സ്വന്തം അമ്മയ്ക്കായിരിക്കാം, അച്ഛനായിരിക്കാം, അല്ലെങ്കിൽ സഹോദരന്മാരുണ്ടെങ്കിൽ അവർക്കായിരിക്കാം. അവരുടെ ആ ഒരു അഭിപ്രായം കേട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും ഉൾക്കൊള്ളാനും ശ്രമിക്കുകയുള്ളൂ. ഞാനൊരു ഉദാഹരണം മാത്രമാണ് പറഞ്ഞത്. അങ്ങനെ നിങ്ങളുടെ പ്രണയബന്ധം ഏത് രീതിയിലുള്ളതാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ഈ വ്യക്തി ചെയ്തുകൊണ്ടിരുന്ന ഏറ്റവും വലിയ മണ്ടത്തരവും. ഒരു മണ്ടൻ ചിന്താഗതിയായിരുന്നു, അല്ലെങ്കിൽ ഒരു പഴമ ചിന്താഗതിയാണ്. അതായത് നമുക്ക് ആരോടാണെങ്കിലും നമുക്ക് സ്നേഹം വേണം, പക്ഷേ അത് അധികമായി കഴിഞ്ഞാൽ അത് മോശക്കേടിലേക്ക് മാത്രമേ പോവുകയുള്ളൂ. ഇവിടെ നമുക്ക് ഈ വ്യക്തി പ്രാധാന്യം കൊടുത്തിരുന്ന പല വ്യക്തികളുടെയും എനർജി നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതിപ്പോൾ ഈ പറയുന്നത് പോലെ സ്വന്തം അമ്മയായിരിക്കാം, പക്ഷേ ചില പരിഗണനകൾ നിങ്ങൾക്ക് തരുന്നതിന് പകരം നിങ്ങളുടെ സ്ഥാനത്ത് ഈ വ്യക്തി അമ്മയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, അവർ പറയുന്നത് കേൾക്കുക, അല്ലെങ്കിൽ സഹോദരിയോ സഹോദരൻ പറയുന്നതോ കേൾക്കുക, അവരുടെ പാത പിന്തുടരുക. ഇതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളാണെങ്കിൽ മുഴുവനുമായിട്ട് ഈ വ്യക്തിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഇരുന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അത് പ്രണയബന്ധത്തിലായിക്കോട്ടെ, ദാമ്പത്യ ജീവിതത്തിലായിക്കോട്ടെ, ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും നിങ്ങൾ ഈ വ്യക്തിയുടെ കാര്യത്തിൽ 100% സമർപ്പണ ബോധത്തോടു കൂടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പ്രണയമാണെങ്കിൽ പോലും ആ പ്രണയിക്കുന്ന സമയത്ത് മാത്രം സ്നേഹം കാണിക്കുക, അല്ലാതെ വരുമ്പോൾ മാറി നിൽക്കുക, അങ്ങനെയല്ല. നിങ്ങൾക്ക് ഏത് സമയം നോക്കിയാലും, ഏത് ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേറ്റാലും, എഴുന്നേൽപ്പിച്ച് വിളിച്ച് ചോദിച്ചാലും നിങ്ങൾക്ക് ഈ വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റും. അത്രയും ഒരു അർപ്പണബോധത്തോടു കൂടിയാണ് നിങ്ങൾ ഈ വ്യക്തിയായിട്ടുള്ള ബന്ധം പുലർത്തിയിരുന്നത്. പക്ഷെ ഈ വ്യക്തി ചെയ്തുകൊണ്ടിരുന്നതോ, നിങ്ങളോട് സ്നേഹം ഉണ്ടായിരുന്നു എങ്കിൽ പോലും നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും നെഗറ്റീവായിട്ട് എടുക്കുകയും നെഗറ്റീവായിട്ട് ചിന്തിക്കുകയും അതിൻ്റെ മറുവശം കാണുകയും, അതായത് നിങ്ങളൊരു കാര്യം പോസിറ്റീവായിട്ടാണ് പറയുന്നതെങ്കിൽ ഈ വ്യക്തി അത് നെഗറ്റീവാക്കി എടുക്കുക, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ചിന്തിച്ച് അത് മറ്റുള്ളവരോട് ചർച്ച ചെയ്യുകയും നിങ്ങളെ കുറ്റക്കാരനോ കുറ്റക്കാരിയോ ആക്കുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഫൈറ്റിംഗ് എനർജിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. കാരണം ഈ വ്യക്തിക്ക് അന്നൊക്കെ സമയം വളരെ അനുകൂലമായിരുന്നു. അതുപോലെ ഈ വ്യക്തി ആരെയാണോ ആശ്രയിച്ചിരുന്നത് അവരായിട്ടാണെങ്കിലും ഈ വ്യക്തിക്ക് വളരെയധികം സപ്പോർട്ടായിരുന്നു. ഉദാഹരണത്തിന് ഈ വ്യക്തിക്ക് ഒരു കൂട്ടുകാരനുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂട്ടുകാരി ഉണ്ടെങ്കിൽ അവരുടെ സപ്പോർട്ട് വളരെ അധികമായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസിലും അതിൻ്റെ ഒരു ബലത്തിലും ഈ വ്യക്തിയുടെ സമയവും നല്ലതായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തി ഒരു ബോധമില്ലാതെ അല്ലെങ്കിൽ ഒരു മണ്ടൻ ചിന്താഗതിയോടുകൂടി പല കാര്യങ്ങളും ചെയ്തു കൂട്ടിയതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ അന്നൊക്കെ നിങ്ങൾ വളരെയധികം വിഷമിച്ചിരുന്നു, ദുഃഖിച്ചിരുന്നു. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ അവസ്ഥ, അതായത് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ വ്യക്തി കാരണം നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് പലപ്പോഴും മറ്റുള്ളവരോട് തുറന്നു പറയാൻ പോലും കഴിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് സ്വയം കീഴടങ്ങുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ആരോടും പരാതി പറയാനില്ല, പരാതി പറഞ്ഞിട്ട് കാര്യവുമില്ല, അല്ലെങ്കിൽ എൻ്റെ വിഷമം ആരും അറിയുന്നില്ല എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പല രാത്രികളിലും നിങ്ങൾ വാവിട്ട് കരഞ്ഞിട്ടുണ്ട്, ഒറ്റയ്ക്ക് ഇരുന്നിട്ടുണ്ട്, ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ട്. മറ്റുള്ളവരെന്താണ് പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ പോലും നിങ്ങൾക്കത് തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ എല്ലാം തിരിഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. കാരണം പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ തീർത്തും ഈ വ്യക്തിക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഓരോ സാഹചര്യത്തിലും നിങ്ങളോടുള്ള ആ ഒരു മനോഭാവം അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടും, ഈ വ്യക്തിയെ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്തിരുന്നത് ആരാണോ അവരിൽ നിന്നും ഈ പേഴ്സൺ ഇപ്പോൾ നല്ല രീതിയിൽ അകന്നു നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് തീർച്ചയായിട്ടും അവരുമായിട്ട് തെറ്റിപ്പിരിഞ്ഞിട്ടുണ്ടാകാം, അതായത് തമ്മിൽ തല്ലിയിട്ടുണ്ടാകാം, വഴക്കിട്ടിട്ടുണ്ടാകാം. അത് ബാല്യകാല സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം, കൊളീഗ് ആയിരിക്കാം. ഏത് വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തിരുന്ന തേർഡ് പാർട്ടി ആരാണോ ആ ഒരു പേഴ്സൻ്റെ എനർജി ഇപ്പോൾ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ആ ഒരു തേർഡ് പാർട്ടി ആയിട്ട് നിങ്ങളുടെ വ്യക്തി പിണക്കത്തിലേക്കും അല്ലെങ്കിൽ വലിയൊരു സെപ്പറേഷനിലേക്ക് വന്നതായിട്ടും നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെ കുറിച്ചിട്ട് ഈ വ്യക്തി തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ട്. കാരണം നിങ്ങളെക്കുറിച്ച് ഈ പേഴ്സൺ നല്ല രീതിയിൽ ഓർക്കുന്നുണ്ട്, നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്, നിങ്ങളുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഡീറ്റെയിൽസ് എന്ന് പറയുന്ന കാർഡാണ് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ ഈ പേഴ്സൺ കൂടുതൽ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഈ പേഴ്സൺ പലതരത്തിലുള്ള ഒരു സ്പിരിച്വൽ പ്രോസസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്രയും കാലം ഈ വ്യക്തി ചെയ്തു കൂട്ടിയത് എന്തൊക്കെയോ ഒരു നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം ഈ വ്യക്തിയുടെ മേലുണ്ടായിരുന്നു. അതൊരുപക്ഷെ നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധമോ ദാമ്പത്യ ജീവിതമോ അതുകൊണ്ട് വേറെ പലവർക്കും അസൂയ ഉണ്ടായതായിട്ടോ അല്ലെങ്കിൽ ശത്രുക്കൾ വന്നതായിട്ടോ എന്തോ നിങ്ങളുടെ ഒരു കഷ്ടകാലം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രതികൂല സാഹചര്യം. അപ്പോൾ നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ വളരെ നല്ല രീതിയിൽ തുടങ്ങിയ ഒരു ബന്ധമാണ്. അത് ഏത് ബന്ധവും ആയിക്കോട്ടെ, നല്ല രീതിയിൽ തുടങ്ങിയ ഒരു റിലേഷനാണ്. പക്ഷെ അതിങ്ങനെയൊക്കെ അവസാനിക്കുമെന്ന് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയി തീരുമെന്ന് നിങ്ങൾ രണ്ടുപേരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ തീർച്ചയായിട്ടും ആ ഒരു ഡെവിൾ അറ്റാക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം. ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നതോ സ്നേഹിക്കുന്നതോ ഇഷ്ടപ്പെടാത്ത വ്യക്തികളുടെ ആ ഒരു അസൂയ മൂലം ഉണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങളുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ല രീതിക്ക് തന്നെ ആ ഒരു എനിമീസ്, അതായത് ശത്രുക്കൾ നല്ല രീതിയിൽ അവർ ഇവിടെ പല കാര്യങ്ങളും ചെയ്തു വെച്ചു. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ശത്രുക്കൾ നിങ്ങളുടെ വ്യക്തിയുടെ കണ്ണുകൾ അടപ്പിച്ചു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചും കൂടെ സ്പിരിച്വലി അവേക്കനിങ് ആയ, കുറച്ചും കൂടെ ആത്മീയമായിട്ട് ഉയർന്ന വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇതുവരെയും ഒരു സ്പിരിച്വൽ പ്രോസസ്സിങ് നടന്നിട്ടില്ല.
അതായത് ആത്മീയ ഉണർവ് വന്നിട്ടില്ല. കാരണം എങ്ങനെ ആത്മീയ ഉണർവ് ഉണ്ടാകും? കാരണം ഈ വ്യക്തിയുടെ ചുറ്റിനുമുള്ളവര് വളരെ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരാണ്. വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. എന്ത് കാര്യം നിങ്ങൾ എന്ത് പോസിറ്റീവ് പറഞ്ഞാലും, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്ത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ഉണ്ടായാലും ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് അത് നെഗറ്റീവിലേക്കാണ് വരുന്നത്. അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കൂടെയുള്ള ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അത് നെഗറ്റീവ് രീതിയിലേക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെ ഈ വ്യക്തിക്ക് ആത്മീയപരമായിട്ടുള്ള ഉണർവുണ്ടാകും? അതൊരു വലിയ ചോദ്യമാണ്. പക്ഷെ ആ ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം ലഭിക്കാൻ പോവുകയാണ്. കാരണം ഈ വ്യക്തി ടോക്സിക് ആയിട്ടുള്ള ആളുകൾ ഈ വ്യക്തിയുടെ അടുത്ത് നിന്ന് ദൂരെ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ സാന്നിധ്യം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും മുഴുവനുമായിട്ടും ഇല്ലാണ്ടാകുന്നു. അതുപോലെ തന്നെ ഈ വ്യക്തി പല കാര്യങ്ങളും ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, വിഷമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം അത് പശ്ചാത്തപിക്കുക അല്ലെങ്കിൽ മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ തെറ്റുകൾ, ഓക്കെ ഞാൻ ചെയ്തത് തെറ്റാണ്, ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ മൂലം ആ വ്യക്തിക്ക് നല്ല രീതിയിൽ സങ്കടം ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ എന്നോട് ക്ഷമിക്കണം എന്നുള്ള രീതിയിൽ സ്വന്തമായിട്ട് വിഷമിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നീതി എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ അത് ഈ പേഴ്സന് വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും തെറ്റ് തിരുത്താൻ ഈ വ്യക്തി തയ്യാറാണ്. കാരണം ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ആദ്യമൊക്കെ ഈ പേഴ്സന് തേർഡ് പാർട്ടി ആയിട്ട് അല്ലെങ്കിൽ ഈ പേഴ്സന് കൂടുതലും പ്രാധാന്യം കൊടുത്തിരുന്നത് ആർക്കൊക്കെയാണോ, അതായത് ഈ വ്യക്തി ആർക്കൊക്കെയാണോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് അവരായിട്ട് സന്തോഷിച്ച് ആനന്ദിച്ച് നടന്നാൽ മതി എന്നുള്ള മനോഭാവത്തിലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഈ വ്യക്തി ആശ്വാസം തേടുന്നത് നിങ്ങളിൽ നിന്നാണ്. നിങ്ങളുമായിട്ടുള്ള ഒരു ജീവിതം ഈ വ്യക്തി ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ്. രാത്രി പലപ്പോഴും കിടന്നുറങ്ങുന്നത് പോലും നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഓർത്ത് പശ്ചാത്തപിച്ച് കരഞ്ഞുകൊണ്ടാണ് ഈ വ്യക്തി കിടന്ന് ഉറങ്ങുന്നത്. അത് ഈ വ്യക്തിക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയ മാറ്റം തന്നെയാണ്. ആ ഒരു ഫൈറ്റിംഗ് എനർജിയും നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. കാരണം എപ്പോഴും നിങ്ങൾ എന്ത് പറഞ്ഞാലും ഈ പേഴ്സൺ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് റിയാക്ട് ചെയ്യുന്ന, പെട്ടെന്ന് തന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു മനോഭാവമായിരുന്നു ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ വ്യക്തിക്ക് ഇപ്പോൾ മാനസികവും ശാരീരികവുമായിട്ട് ക്ഷീണം, തളർച്ച അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ധാരാളം കരയുന്നതായിട്ടും ദൈവത്തിനോട് മാപ്പ് പറയുന്നതായിട്ടും നിങ്ങളുടെ ഫോട്ടോ നോക്കി വിഷമിക്കുന്നതായിട്ടും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും ഈ പേഴ്സൺ ആ ഒരു സ്പിരിച്വൽ, ആ ഒരു ആത്മീയ ഉണർവിൽ മുങ്ങി നിവരുന്ന ഒരു സ്റ്റേജാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളൊരു ജലാശയത്തിൽ മുങ്ങി നിവരുന്നത് പോലെ ആ ഒരു ആത്മീയ ഉണർവിൽ ഈ വ്യക്തി മുങ്ങി നിവരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ മാത്രമേ ഈ വ്യക്തിയുടെ പല പാപങ്ങളും ഇല്ലാണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ കഴുകിപ്പോവുകയുള്ളൂ, പല നെഗറ്റീവും ഈ വ്യക്തിയെ വിട്ടു പോവുകയുള്ളൂ. എന്നാൽ മാത്രമേ ഈ വ്യക്തിക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഒരുപക്ഷെ പലപ്പോഴും വിചാരിക്കുന്നുണ്ടാകാം, ഈ ഒരു പ്രണയബന്ധത്തിൽ നിന്നും എന്താണ് എനിക്ക് ലഭിച്ചത്, അല്ലെങ്കിൽ എനിക്ക് നല്ലതൊന്നും ലഭിച്ചില്ലല്ലോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. പക്ഷെ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവിൽ മാത്രമേ വന്ന് അവസാനിക്കുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് നമുക്ക് മെസ്സേജ് കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ വ്യക്തി വേറെ കമ്മിറ്റ്മെന്റിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല, വേറെ ആരുടെയും കൂടെ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഈ വ്യക്തി ഒറ്റയ്ക്കിരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് വരാൻ മടിയുണ്ട്, പേടിയുണ്ട്. പക്ഷേ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന മെസ്സേജ്. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, വീഡിയോൻ്റെ തുടക്കത്തിൽ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.